കെപിസിസിയുടെ ആഹ്വാനപ്രകാരം ഇന്ധനവില വർധനവിനെതിരെ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും ചെറുപുഴയിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷനായി. DCC എക്സിക്യൂട്ടീവ് അംഗം ആലയിൽ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂട്ടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഏകദേശം പെട്രോളിന് 115 രൂപ കഴിഞ്ഞു, ഡീസലിന് ഏകദേശം ഒരു 105 രൂപയോളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി എത്ര എത്തും, ഇത് എവിടെ ചെന്ന് നിൽക്കും എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുള്ളത്. വിലക്കയറ്റം വില കൂട്ടി എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, വില കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊരു പ്രതിഭാസമാണ് കേരളത്തിൽ, രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഒരു പ്രതിഭാസം. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്ന ടാക്സ് ഇനത്തിൽ എന്തെങ്കിലും തരത്തിലൊരു കുറവ് വരുത്തണമെങ്കിൽ ഇതൊന്നും നിൽക്കണ്ടേ? അത് നിൽക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഇതുപോലെ മോദി സർക്കാർ പല തവണകളായി ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ചു. 1 രൂപ പോലും ആ ഇനത്തിൽ കേരള സർക്കാർ ഒരു സഹായം നൽകിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരുന്ന മോദി സർക്കാർ ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പെട്രോളിനും ഡീസലിനും ഭീമമായ വിലവർധനവ് നടത്തിയിരിക്കുകയാണ്. ഏകദേശം 3 തവണയായി 10 രൂപയോളം വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വിലവർധനവാണ് അനുഭവപ്പെടുന്നത്. 2014 ശ്രീ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുമ്പോൾ, അധികാരം വിട്ടൊഴിയുമ്പോൾ 60 രൂപയും 50 രൂപയും ഉണ്ടായ പെട്രോളും ഡീസലിനും അന്ന് ക്രൂഡ് ഓയിലിന് 140 രൂപ വരെ വിലയുണ്ടായിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ വിലവർധനവ്, ക്രൂഡ് ഓയിലിൻ്റെ വിലവർധനവ് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സർക്കാർ നികുതി കുറച്ചാണ് അത്തരത്തിൽ വില നിയന്ത്രിച്ചിരുന്നത്. ഏറ്റവും ചുരുങ്ങിയ എക്സൈസ് തീരുവ ചുമത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത്. തുടർന്ന് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ക്രൂഡ് ഓയിലിന് 50 രൂപ വരെ വിലയുണ്ടായ അവസരത്തിൽ പെട്രോൾ ഡീസലിന് വില വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ ക്രൂഡ് ഓയിലിൻ്റെ വിലക്കുറവ് സാധാരണക്കാരന് അനുഭവപ്പെടാതിരിക്കുന്ന രീതിയിൽ എക്സൈസ് തീരുവ കൂട്ടി. എല്ലാ കാലത്തും പെട്രോൾ ഡീസലിൻ്റെ വില വളരെ ഉയരങ്ങളിലാണ് പോയിരുന്നത് എന്ന് നമുക്കറിയാം.